എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു കുട്ടിയുടെ യൂണിഫോം ഷർട്ട് അളവെടുത്ത് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഈ അളവ് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇതിൽ തുണി 1 മീറ്ററാണുള്ളത്. 36 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. ആദ്യം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. ഇത് ആകുമ്പോറോ ഇല്ലാത്ത തുണിയാണ്. അതിനുശേഷം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇറക്കം നമ്മൾ എടുത്തത് 17.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് വിടുക. അതിനുശേഷം 17.5 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കാൻ 1 ഇഞ്ച് കൂടെ ഇടുക. അപ്പോൾ അങ്ങനെ 18 ഇഞ്ചും ഇവിടെ ഒരു 1/2 ഇഞ്ചും ഇട്ടാൽ മതി. ഇനി ഇതിൻ്റെ കൈലൂസാണ് നമ്മൾ എടുത്തത്. കൈലൂസ് 10 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പാതി തന്നെ കൈലൂസിനിടാം. അതിനുശേഷം ഇതുപോലെ വരയ്ക്കുക. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഈ ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യാം. അത് വന്നിട്ട് ചെസ്റ്റിൻ്റെ 4/1 മൈനസ് 1/2 ഇഞ്ച്. അപ്പോൾ അങ്ങനെ ഇട്ടാലും ഇത് ആം ഹോൾ ഡെപ്ത് നമുക്ക് കറക്റ്റായി കിട്ടും. ഇനി ഇതിൻ്റെ ഷോൾഡർ 11.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 10-1 ഭാഗം, ഇത് ഏകദേശം 1.25 ഇഞ്ച് വരും. 1.25 ഇഞ്ച് നമ്മൾ ഷോൾഡർ ഡൗൺ കൊടുത്താൽ മതി. ഈ ഷോൾഡർ 11.5 ഇഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പട്ടീൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ പകുതി 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ശേഷം ഇത് താഴേക്ക് വരയ്ക്കുക. അതുപോലെ നമ്മളിതിൻ്റെ നെക്ക് കഴുത്തിൻ്റെ റൗണ്ട് എടുത്തത് 10 ഇഞ്ചാണ്. അത് കൂടെ 1 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കുക. അപ്പോൾ 11.5 ഇഞ്ച്. അപ്പോൾ 11.5 ഇഞ്ചിൻ്റെ 5-1 ഭാഗം ഏകദേശം 2.25 ഇഞ്ച് വരും. ആ 2.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതായത് നെക്ക് വെടുത്ത് അതേ 2.25 ഇഞ്ച് തന്നെ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ റൗണ്ട് വരയ്ക്കാം. ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിൽ ഇങ്ങോട്ട് ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമ്മൾക്ക് ചെസ്റ്റിൻ്റെ ലൂസ് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് 23 ഇഞ്ചാണ് നമ്മൾ അളന്നത്. അപ്പോൾ 23ൻ്റെ 4/1 5.25 വരും. 5.25 കൂടെ 2 ഇഞ്ച് കൂട്ടിയാൽ മതി. 7.25 ഇഞ്ച് ഇടുക. ഇതിൽ 1/2 ഇഞ്ച് നമുക്ക് തയ്യത്തുമ്പ് എടുക്കാം. ഇത് തന്നെയാണ് തയ്യത്തുമ്പ് വരിക. നേരെ സ്ട്രെയിറ്റ് വരച്ചാൽ മതി. ഇവിടെ ഷേപ്പ് ഒന്നും കൊടുക്കണ്ട, ചെറിയ കുട്ടികളായതുകൊണ്ട്. ഇനി ഇവിടെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ആം ഹോൾ വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് ഇതിങ്ങനെ തിരിച്ചിടുക. അതിനുശേഷം അതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ വയ്ക്കുക. അതായത് ബാക്ക് ഫ്രണ്ടിനെക്കാട്ടിൽ 1/2 ഇഞ്ച് കുറവാണ് വയ്ക്കേണ്ടത്. അതേപോലെ ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. നെക്ക് നേരത്തെ പോലെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് നമ്മൾ ഈ ഷോൾഡർ ഡൗൺ കൊടുത്ത് 1.25, ആ 1.25 കൊടുത്താൽ മതി. ഇതുപോലെ വരയ്ക്കുക. ഇവിടെ
ഇവിടെ നിന്നുള്ള ഏതേ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെയുള്ള അകലം തന്നെ ഇവിടെ മുകളിലും മാർക്ക് ചെയ്യുക. ആദ്യം വരച്ച ലൈനിനൊപ്പം വരയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ബേക്കാമോൾ മാർക്ക് ചെയ്യുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ നിവർത്തുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് 2 സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് 6, ഇവിടെ ഒരു 1.5 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനും കൂടെ 7.25 ഇഞ്ച് വെച്ചിട്ട് മടക്കിയാൽ മതി. അതിനുശേഷം ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ ആം ഹോൾ വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5.5 ഇഞ്ച് ഇവിടെ കര ഒഴിവാക്കിയിട്ട് 5.5 ഇഞ്ചിൽ മടക്കിയാൽ മതി. ഇനി ഇവിടെ സ്ലീവിൻ്റെ റൗണ്ട് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് ഇടാം. ഇറക്കം നമ്മൾ കയ്യിറക്കം എടുത്തിരിക്കുന്ന 5.5 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിടുക. ഇനി ഇവിടെ കൈ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ചെസ്റ്റിൻ്റെ 8-1 ഭാഗം -1/2 ഇഞ്ച്. ചെസ്റ്റ് 23 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 8-1 ഇവിടെ നിന്ന് നമ്മൾ 5 ഇഞ്ചാണ് കൈ ലൂസ് പറഞ്ഞത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യത്തും കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഇന്ന് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒന്നിങ്ങനെ ക്രോസിൽ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരല്പം കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടുക. അതിനുശേഷം ഇത് നിവർത്തി വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. ഇവിടെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം. ഇത് പോക്കറ്റിന് പീസ്. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ഷോൾഡർ കട്ട് ചെയ്യാം. ഷോൾഡറിന് നമ്മൾ ഒരു ഏകദേശം കണക്കെടുത്താൽ മതി. ചെറിയ ഷർട്ടിനൊക്കെ ഒരു 4.5 ഇഞ്ച് മുതൽ മുകളിലേക്ക് എടുക്കാം. വലിയ ഷർട്ടിന് 6 ഇഞ്ച് 6.5 ഇഞ്ച് വരെയൊക്കെ വയ്ക്കാം. ഇതിൽ വന്നിട്ട് 4.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മടക്കി വയ്ക്കുക. അതിന് ശേഷം ഇതിനൊപ്പം വയ്ക്കുക. എന്നിട്ട് ഈ നെക്ക് ഇതിനൊപ്പം തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരല്പം കൂടുതൽ എടുക്കുക. നമ്മൾ ചേർത്ത് അടിച്ചതിന് ശേഷം ഒപ്പം കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ സിംഗിൾ ഷോൾഡറാണ് കട്ട് ചെയ്തെങ്കിലും അത് ഡബിളായിട്ട് തന്നെ വരും. അതിനാണ് നമ്മൾ ഷോൾഡർ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത്. നമ്മൾ വലിയ ഷർട്ടിലൊന്നും ഇങ്ങനെയല്ല കട്ട് ചെയ്യുക. ഷോൾഡർ ഡബിളായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് അധികമുള്ളത് ഈ 2 സൈഡിലുള്ളത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാം. ഇനി ഇതിൻ്റെ കോളർ കട്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇതേപോലെ കോളർ ക്യാൻവാസ് എടുക്കുക. ഈ പശയുള്ള ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതിങ്ങനെ വയ്ക്കുക. ഇതേപോലെ ഒരു പാറ്റേൺ ഉണ്ടാക്കുക. ഇത് നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കോളർ വേണ്ടത് 11.5 ഇഞ്ചാണ്. അതായത് കോളർ എന്ന് പറയുമ്പോൾ ഈ കോളറിൻ്റെ ഈ അളവാണ് വരിക. നെക്ക് നമുക്ക് 3/4 ഇഞ്ച് എക്സ്ട്രാ വരും. അപ്പോൾ ഇതിൽ 10.5 11 11.5 ഇവിടെയാണ് 11.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 11.5 ഇഞ്ച് ഇവിടെ വയ്ക്കുക. അതിന് ശേഷം ഇത് ട്രേസ് ചെയ്യുക.
ഇതേപോലെ വരയ്ക്കുക. അതേപോലെ ഇതിലും ഈ മൂന്നാമത്തെ വരയാണ് 11.5 വരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് കോളർ മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി വന്നിട്ട് ഈ ബാക്കിയുള്ള തുണിയിൽ ഇത് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ യൂണിഫോം ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.